എല്ലാവർക്കും നമസ്കാരം. ഈ സോൾ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ അടുത്ത് പെൺകുട്ടികളും ആൺകുട്ടികളുടെയൊക്കെ കേസുകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സോൾ അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ചെറുപ്പം മുതലേ തന്നെ അത് വന്നൊന്നുമില്ല. ഇപ്പോൾ അബോർഷൻ സോളുകൾ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ അമ്മ അബോർഷൻ ചെയ്തിട്ടുണ്ട്, അമ്മൂമ്മ അബോർഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടികളിലേക്ക് വരാം. അപ്പോൾ അത് ചിലപ്പോൾ ചെറുപ്പം മുതലേ ചിലപ്പോൾ അത് ഡൊമിനൻ്റായിട്ട് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് ചെറുപ്പം മുതൽ വരണ്ടേന്ന് വിചാരിക്കും. പക്ഷേ അത് ചിലപ്പോൾ സൈലൻ്റായിട്ടിരിക്കാം, അനങ്ങാതിരിക്കാം. ഒരു പ്രായമാകുമ്പോഴേക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കുക. അപ്പോൾ കാരണം ജനിക്കാനായിട്ടിരുന്ന ഒരു സോളിനെ നമ്മൾ നശിപ്പിക്കുകയാണ്, അതിനെ കൊല്ലുകയാണ്. അപ്പോൾ കൊന്നു കഴിയുമ്പോൾ ആ സോള് പ്രതികാരദാഹിയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അപ്പോൾ അതിനൊരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ സാധനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് പ്രവർത്തിക്കുകയും കുട്ടികൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജനറലായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേഷ്യമായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. അതുവരെയും നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഭയങ്കര മോശം, ഉഴപ്പൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ ചാടിക്കടിച്ച് കാരണവന്മാരെ തല്ലാൻ ചെല്ലി റൂമിനകത്ത് കയറി വാറടച്ചിരിക്കൽ, ഇതൊക്കെയാണ് ജനറലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞു നിന്നുള്ള ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. കാരണം എനിക്കിതിനെപ്പറ്റി മുൻപരിചയങ്ങളോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ആധികാരികമായ നോളജൊന്നും കൊണ്ടിട്ട് പറയണമല്ല. പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഈ സായിയായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാണ്ട് വരിക, അത് വേറൊരു വിഷയം. എപ്പോഴും ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ തല്ലുപിടിക്കുക, അച്ഛനും അമ്മയായിട്ട് തല്ലുപിടിക്കുക, ചാടിക്കടിച്ച് അവരോട് തിന്നാൻ ചെല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. പിന്നെ അവർക്ക് ഹെൽത്ത് വൈസ് പ്രോബ്ലംസ്, കഴുത്ത് വേദന, ഞാൻ പറയാറുള്ള പോലെ കഴുത്തിനുള്ള പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, കാലുവേദന, ചിലർക്ക് കാലുവേദന ഉണ്ട്. പിന്നെ അവർ എന്താ പറയുക, ഗ്രൗണ്ടഡ് അല്ലാതിരിക്കുക എന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഒരു ശാന്തി സമാധാനം ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ഗ്രൗണ്ടഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിയുമായിട്ട് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളും അതേപോലെ ഗ്രൗണ്ടഡ് ആവും. ആക്ച്വലി ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ ഹീൽ ചെയ്യാൻ വരുമ്പോൾ സംഭവിക്കണം എന്താണ്, ഞാൻ അതുപോലെ ഇരിക്കുന്ന ഒരാളാണ്, എനർജി കറക്റ്റായിട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ എനർജീനെ എൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യണം, എന്നിട്ട് അവിടെ നിന്നുള്ളതിനെ എടുത്ത് കളയുന്നു. അപ്പോൾ ബാലൻസ് ആക്കുന്നു. എൻ്റെ എനർജി ലെവൽ എന്താണോ അതിനകത്തേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഹീലിങ്ങിൽ സംഭവിക്കുന്നത്. പക്ഷേ നെഗറ്റീവ് എനർജിയാണ് ഒരാളിലുള്ളതെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വരുന്ന ആളുകളിലേക്ക് അതേ നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ കാര്യം പിടുത്തം കിട്ടിയെന്ന് എനിക്ക് തോന്നണം. അതാണ് സംഭവിക്കുക. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇവരിങ്ങനെയുള്ള ആളുകളെ, ഈ അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ നമുക്ക് അവരെ ഫേസിലേക്ക് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും, ദേഷ്യം നമുക്കും വരും. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഏറ്റവും ഇതായിട്ടുള്ളൊരു പോയിൻറ്റ്. അപ്പോൾ ഇതുപോലുള്ള പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ജനറലായിട്ട് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാൻ വീഡിയോസ് ചെയ്യണത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കും, എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഒന്നും എഴുതി വെച്ചിട്ടൊന്നും പറയണമെന്നല്ല. നാച്ചുറലായിട്ട് വന്ന കാര്യങ്ങൾ പറയുന്നു. ചില കാര്യങ്ങൾ മറന്നു പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് പറയാൻ പറ്റും. എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. തുടക്കം മുതൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടോ തയ്യാറെടുപ്പിലോ ഒന്നും അല്ല വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഏതെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി പറയാനായിട്ട് സാധിക്കാറുണ്ട്. അങ്ങനെ സ്റ്റോപ്പായി ഒന്നും പോകാത്ത രീതിയിൽ പറയാൻ പറ്റാറുണ്ട്. അപ്പോൾ അത്രയും നോളജാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം. അപ്പോൾ കുട്ടികളിൽ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് സോൾ അറ്റാച്ച്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാധ റിലേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് അതിനുള്ള ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം കൂടി ഞാനത് ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പോൾ ആ സൗകര്യം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എനർജി നോക്കാനായിട്ട് ഫോട്ടോ മാത്രം അയച്ചാൽ മതി. ഫോട്ടോ, അയാളുടെ പേര് മാത്രം അയച്ചാൽ മതി. നിങ്ങൾ അയക്കുന്ന ഫോട്ടോസ് എല്ലാവരും വളരെ പ്രൈവറ്റായിട്ട് ഞാൻ സൂക്ഷിക്കുന്നതായിരിക്കും. വേറെ ഷെയറിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ അത് ഞാനിവിടെ നോക്കിയിട്ട് സമയം പോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഹീലിങ്ങിലോട്ട് പോയാൽ മതി. ഹീലിങ്ങിന് നമുക്ക് ചാർജസ് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ പലരും ഹീലിങ്ങിൻ്റെ ചാർജസ് ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ അയക്കുന്നുണ്ട്.
ആക്ച്വലി അത്തരം കാര്യങ്ങൾ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ ചാനലിൽ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ പോസ്റ്റ് ഞാൻ ഉണ്ടായി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അല്ലെന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്മ വരട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം.